ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് ചില വാഗ്ദാനങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുമെന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് പഠിച്ച പണി 18 നോക്കിയിട്ട് അത് നിർത്താനായി സാധിച്ചില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നിർത്തുമെന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യം, അതായത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന സാമന്ത രാജ്യമാണെങ്കിൽ പോലും ഇസ്രായേൽ അമേരിക്ക പറയുന്ന വാക്ക് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതും ട്രംപിന് ക്ഷീണമായി. ഇതോടുകൂടി ട്രംപിന്റെ ആ ഒരു ശോഭ മങ്ങും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് അമേരിക്കയും ഇത് കാണുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് ഏർപ്പെടാൻ പോകുന്ന ഒരു കാഴ്ച. പാകിസ്ഥാൻ ഓടിച്ചെന്ന് അമേരിക്കയുടെ കാല് പിടിച്ചു. അമേരിക്ക ഇന്ത്യയോട് വന്ന് പറഞ്ഞു, ഇന്ത്യ പറഞ്ഞു നടക്കില്ല. പാകിസ്ഥാൻ അപ്പോൾ ഇന്ത്യയുടെ കാല് നേരിട്ട് വന്ന് പിടിച്ചു. അങ്ങനെ യുദ്ധത്തിന്റെ ആ വക്കിൽ നിന്നും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എട്ടുകാലി മമ്മൂഞ്ഞ് കളിച്ചുകൊണ്ട് വന്ന് പറയുകയാണ്, ഞങ്ങളിതാ യുദ്ധം നിർത്തി, അതായത് അമേരിക്ക ഇതാ യുദ്ധം നിർത്തി എന്ന് പറയുന്നത്. എന്തായാലും ഈ ഡൊണാൾഡ് ട്രംപ് നിർത്താൻ പോയ യുദ്ധങ്ങളിലൊന്നായിട്ടുള്ള ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഒരു വമ്പൻ വ്യോമാക്രമണം നടന്നു. അവർ കരയുദ്ധം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഗാസയിലേക്ക് കരയുദ്ധമാണ് ഇസ്രായേൽ ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റികൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ബുധനാഴ്ച വടക്കൻ തെക്കൻ ഗാസയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 22 കുട്ടികൾ ഉൾപ്പെടെ 70 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഹമാസിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു വ്യോമാക്രമണം അവിടെ നടന്നത്. ജബാലയിലെ രക്ഷാപ്രവർത്തനത്തിനിടെ മൊബൈൽ ടോർച്ചുകൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. തിങ്കളാഴ്ച ഇസ്രായേലി അമേരിക്കൻ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഹമാസിന്റെ നീക്കത്തിന് പിന്നാലെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ഇത് വെടിനിർത്തലിനുള്ള പ്രതീക്ഷകൾ ഉയർത്തി. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി അറേബ്യ സന്ദർശനം നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷകൾ ഉയർത്തി. എന്നിരുന്നാലും ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഗാസയിലെ സൈനിക നടപടിക്കുള്ള പദ്ധതികളാണ് നെതന്യാഹു ഇപ്പോഴും ആവർത്തിക്കുന്നത്. 2023 ഇസ്രായേലിൽ 1200-ലധികം പേർ കൊല്ലപ്പെട്ട ഹമാസിന്റെ ഭീകരാക്രമണമാണ് ഈ ഗാസയെയും ഫലസ്തീനിലെ ജനങ്ങളെയും ഈ ഒരു ഗതിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.